മനുഷ്യവിഭവശേഷി വർദ്ധിക്കുമ്പോഴാണ് രാജ്യം യഥാർത്ഥ അർത്ഥത്തിൽ പുരോഗതി കൈവരിക്കുകയെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ. പൊൻതൂവൽ 2025 MP മെറിറ്റ് അവാർഡ് രണ്ടാംഘട്ട വിതരണത്തിന്റെ ഉദ്ഘാടനം കായംകുളം മെഗാ സെന്ററിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ അടിസ്ഥാന സൗകര്യം മാത്രമാണ് വികസനമെന്ന് കരുതരുത്. അതിനേക്കാൾ പ്രാധാന്യം മനുഷ്യവിഭവശേഷിയും അറിവുമാണ്. ലോകമെമ്പാടുമുള്ള സമ്പദ്വ്യവസ്ഥ അറിവിനെ ആശ്രയിച്ചിരിക്കുന്നു. വിജയത്തിന്റെ താക്കോൽ അറിവാണ്. വെല്ലുവിളി നിറഞ്ഞ ലോകത്ത് അറിവിന്റെ പ്രാധാന്യം നാം തിരിച്ചറിയണം. മനുഷ്യവിഭവ വികാസത്തിന്റെ കാര്യത്തിൽ കേരളം മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. But the most important development contributor is not highways, it's not airports, it's not buildings. Development depends on human development. So the most important contributor to the country's development is the human resource. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് പ്രചോദനമാണ് വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകാനായി KC വേണുഗോപാൽ MP തുടങ്ങിയ പൊൻതൂവലെന്നും MP മെറിറ്റ് അവാർഡ് വിതരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഠിച്ച് ഉന്നത വിജയം നേടിയാലും മികച്ച ജോലിയും ജീവിത നിലവാരവും ലഭിക്കുമോ എന്ന വിദ്യാർത്ഥികളുടെ ഉത്കണ്ഠയാണ് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളിയെന്ന് KC വേണുഗോപാൽ MP അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. അവിടെ ആകാൻ ഷെയറിംഗ് നോട്ടിലുണ്ട്. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നമുക്ക് പകർന്നു തന്ന, ക്യാമ്പസ് പകർന്നു തന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം സഹപാഠിയെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ. അത് ജാതി നോക്കിയല്ല, മതം നോക്കിയല്ല, ഏതെങ്കിലും രാഷ്ട്രീയം നോക്കിയല്ല. സഹപാഠി ഒരേ ബെഞ്ചിലിരിക്കുന്നവൻ എന്നുള്ള ഒറ്റ പദത്തിന്റെ പുറത്ത് നന്മയുടെ ഏറ്റവും വലിയ വടവൃക്ഷം വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു വേദിയാണ് ക്യാമ്പസ് എന്ന്. ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ പരസ്പരം സ്നേഹിക്കുന്ന മാനവികത ഉൾക്കൊള്ളുന്ന തലമുറയെ സൃഷ്ടിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥവത്താകുകയുള്ളൂ. അങ്ങനെയുള്ള തലമുറയ്ക്ക് ഗാസയിൽ പിടഞ്ഞു വീഴുന്ന കുട്ടികളുടെ ദുഃഖം കണ്ടാൽ മനസ്സ് പിടയുമെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. CR മഹേഷ് MLA സ്വാഗതം ആശംസിച്ചു. സംവിധായകൻ കമൽ, സുഭാഷ് ചന്ദ്രൻ, നടൻ ചന്തു സലീം കുമാർ, എഴുത്തുകാരി നിംന വിജയ്, IRPFS മുഹമ്മദ് ഹനീഫ്, സുധീർ മോഹൻ തുടങ്ങി നിയമ, കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലെ പ്രഗത്ഭർ പങ്കെടുത്തു. കായംകുളം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി എന്നീ അസംബ്ലി മണ്ഡലങ്ങളിലെ സ്കൂളുകളിൽ നിന്ന് ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. മിടുക്കരായ കുട്ടികൾക്ക് പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായി KC വേണുഗോപാൽ MLA ആയിരിക്കെ 2006 മുതൽ ആരംഭിച്ച പദ്ധതിയാണിത്. പൊൻതൂവൽ 2025 MP മെറിറ്റ് അവാർഡ് വിതരണത്തിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ നടന്നിരുന്നു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയായിരുന്നു അന്ന് അവാർഡുകൾ കുട്ടികൾക്ക് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.